എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് നമുക്ക് പൈനാപ്പിൾ കൊണ്ട് 2 റെസിപ്പീസ് ചെയ്യാം. പൈനാപ്പിൾ റോസ്റ്റ്, പൈനാപ്പിൾ ഫ്രൈ. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണല്ലോ. അതുകൂടാതെ പൈനാപ്പിൾ കഴിക്കുന്നത് ഇപ്പോഴത്തെ കൊറോണയുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ നല്ലതാണെന്ന് പറയുന്നു. പൈനാപ്പിൾ ധാരാളം കഴിക്കാൻ പറയുന്നു. നമുക്കത് കുക്ക് ചെയ്തിട്ടും അല്ലാതെയും കഴിക്കാം. പൈനാപ്പിൾ റോസ്റ്റിനെ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്, ഹാഫായിട്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. ഇതിനു വേണ്ടി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ കുറച്ച് പുതിന കൈകൊണ്ട് ഞരടിയിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, സിനാമൺ സ്റ്റിക്ക് പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ഒരു നുള്ളുപ്പ്, പിന്നെ 1 ടീസ്പൂൺ ഓയിൽ. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിൽ എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കുക. ടൊമാറ്റോ സോസോ കെച്ചപ്പോ ഏതായാലും ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് പൈനാപ്പിളിൻ്റെ മേലെ പുരട്ടിയെടുക്കണം. ബ്രഷ് കൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെയെല്ലാം മാരിനേറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പൈനാപ്പിൾ ഫ്രൈ ചെയ്യാനുള്ള പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തത്, ഒരു കാൽഭാഗ ഷേപ്പിൽ. ഇനി നമുക്കിത് മുക്കി വറുക്കാനുള്ള ഒരു കൂട്ട് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് അരിപ്പൊടിയും, പിന്നെ 1/2 കപ്പ് പഞ്ചസാര, മധുരത്തിനാവശ്യമായ പഞ്ചസാര, പിന്നെ ഒരു മുട്ടയും ചേർക്കണം. പിന്നെ ഒരു നുള്ളുപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമില്ലാത്തവർ മുളക് പൊടി ചേർക്കണമെന്നില്ല. പക്ഷേ പൈനാപ്പിളിനൊരു പുളിയെല്ലാം ഉള്ളതല്ലേ, അപ്പോൾ ഒരു മുളക് പൊടിൻ്റെ ഒരു എരിവും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ 2 ടീസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം, നല്ല എരിവിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സ്മൂത്തായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കി വെക്കണം നമുക്ക്. ഇത് റെഡിയാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പുരട്ടി വെച്ച പൈനാപ്പിൾ പീസസ് ഉണ്ടല്ലോ, അത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണ്ടേ. അത് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഞാൻ നിങ്ങളോട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇത് ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ആദ്യം റോസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു പരന്ന പാൻ അടുപ്പിൽ വെക്കുക. എന്നിട്ട് ബട്ടർ ചേർക്കുക. തീ കുറച്ച് വേണം ബട്ടർ ചേർക്കാൻ. ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും തീ കുറച്ചിട്ട് വേണം ബട്ടർ ചേർക്കാൻ. പിന്നെ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്, ഇത് രണ്ട് റെസിപ്പിയാണ്. റോസ്റ്റ് ചെയ്യുന്നത് വേറെ, ഫ്രൈ ചെയ്യുന്നത് വേറെ. അല്ലാതെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തു പോകരുത്. പൈനാപ്പിൾ റോസ്റ്റ് വെറുതെ കഴിക്കാനും പൈനാപ്പിൾ ഫ്രൈ നമുക്ക് 4 മണി പലഹാരമായിട്ടും ഉണ്ടാക്കാം. ബട്ടർ മുഴുവനും മെൽട്ടായി കഴിഞ്ഞ ശേഷം നമുക്ക് പൈനാപ്പിൾ പീസസ് ചേർത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഈ കൂട്ടിയും കുറച്ചും വേണം ഇത് മൊരിയിച്ചെടുക്കാൻ. ഇപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണുള്ളത്.
നന്നായിട്ട് ചൂട് പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് തീ കൂട്ടിയതിന് ശേഷം 2 ഭാഗം തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായി ചുവന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുത്ത് വെക്കാം. പൈനാപ്പിൾ റോസ്റ്റ് റെഡിയായി. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ആണ്. ഇത് കൂട്ടിൽ മുക്കിയെടുത്ത് എണ്ണയിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം, പൊരിച്ചെടുക്കണം. രണ്ട് ഭാഗവും തിരിച്ച് മറിച്ചിട്ട് നന്നായി പൊരിച്ചെടുക്കാം. ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. 2 റെസിപ്പീസ് എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പൈനാപ്പിൾ ഫ്രൈയും റെഡി ആയി കഴിഞ്ഞു. 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസിൽ എനിക്ക് അഭിപ്രായം അറിയിക്കണം. ഇനി അടുത്ത ദിവസം തന്നെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.